നമസ്കാരം, അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ. ഈ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1985 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആ വർഷം ഈ ചലച്ചിത്രത്തിന് ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഈ ചലച്ചിത്രത്തിലെ തിരക്കഥയിലെ ഏതാനും ഭാഗങ്ങളാണ് പാഠഭാഗം. ഇനി നമുക്ക് തിരക്കഥാകൃത്തിനെ പരിചയപ്പെടാം. പി പത്മരാജൻ മലയാള ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് അദ്ദേഹം. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് മുതുകുളത്ത് അദ്ദേഹം ജനിച്ചു. ആകാശവാണിയിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു. മറക്കാനാവാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളെയും കഥാമുഹൂർത്തങ്ങളെയും സമ്മാനിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ഭരതൻ്റെയും KG ജോർജിൻ്റെയും കൂടെ മലയാള സിനിമയുടെ വളർച്ചയ്ക്കായി ഒരു സിനിമാ വിദ്യാലയം പത്മരാജൻ തുടങ്ങുകയുണ്ടായി. താൻ കൈവച്ച രംഗങ്ങളിലെല്ലാം, അത് കഥാരചനയാവട്ടെ, തിരക്കഥാരംഗമാവട്ടെ, സിനിമാ സംവിധാനമാവട്ടെ, സമാനതകളില്ലാത്ത ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എഴുതുവാൻ ഇനിയും എന്തൊക്കെയോ ബാക്കി വെച്ചുകൊണ്ട് കഥയുടെ ഗന്ധർവൻ 1991 യാത്രയായി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചെറുകഥകൾ, പ്രഹേളിക, അപരൻ, പുകക്കണ്ണട, മറ്റുള്ളവരുടെ വേനൽ, കൈവരിയുടെ തെക്കേയറ്റം, സിഫിലിസിൻ്റെ നടക്കാവ്, കഴിഞ്ഞ വസന്തകാലത്തിൽ, പത്മരാജൻ്റെ കഥകൾ. നോവലെറ്റുകൾ 1, 2, 3 നോവലെറ്റുകളുടെ സമാഹാരം. പെരുവഴി അമ്പലം, തകര, രതിനിർവേദം, ജലജ്വാല, നന്മകളുടെ സൂര്യൻ, വിക്രമകാളീശ്വരം. നോവലുകൾ നക്ഷത്രങ്ങളെ കാവൽ. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. വാടകയ്ക്കൊരു ഹൃദയം, ഉദകപ്പോള, ഇതാ ഇവിടെ വരെ, ശവവാഹനങ്ങളും തേടി, മഞ്ഞുകാലം നോറ്റ കുതിര, പ്രതിമയും രാജകുമാരിയും, കള്ളൻ പവിത്രൻ, ഋതുഭേദങ്ങളുടെ പാരിതോഷികം. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 36ഓളം തിരക്കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മിക്കവയ്ക്കും ദേശീയവും അന്തർദേശീയവുമായ നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ചലച്ചിത്രങ്ങളാണ് പെരുവഴി അമ്പലം, ഒരിടത്തൊരു ഫയൽ വാൻ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം, കൂടെവിടെ, തിങ്കളാഴ്ച നല്ല ദിവസം, ഞാൻ ഗന്ധർവൻ. ഇതുകൂടാതെ ധാരാളം ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയും രചനകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ചലച്ചിത്രങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഒരു തിരക്കഥയാണ് എന്ന് പറഞ്ഞു. തിരക്കഥ എന്താണെന്ന് നോക്കാം. ചലച്ചിത്രത്തിനായോ ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കായോ ഹ്രസ്വചിത്രത്തിനായോ ഉള്ള ദൃശ്യങ്ങളുടെ എഴുതുന്ന രേഖയാണ് തിരക്കഥ. സിനിമ എന്ന ദൃശ്യകലയുടെ സാഹിത്യരൂപം എന്ന് ചുരുക്കി പറയാം. സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ, ശബ്ദം, അംഗചലനങ്ങൾ തുടങ്ങി ഒരു ദൃശ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അന്തർനാടക സ്വഭാവം വരെ തിരക്കഥയിൽ ഉൾക്കൊണ്ടിരിക്കും. ചലച്ചിത്രകാരന്മാരുടെ മാർഗരേഖയായി ഇതിനെ വിവക്ഷിക്കാം. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന അനുബന്ധ വാക്യത്തിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാം. മായാത്ത കഥകളിലെ നക്ഷത്ര കണ്ണുകൾ, പാൽപുഞ്ചിരികൾ, അകന്നു പോകുന്ന താരാട്ടിനീണങ്ങൾ. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ശബ്ദമാണ് അമ്മ. അമ്മയുടെ പാലിനോടൊപ്പം ജീവിതം കൂടി പകർന്നു തന്നവളാണ് അമ്മ. പല കഥകളും പാട്ടുകളും കുഞ്ഞുങ്ങളുടെ പാൽപുഞ്ചിരിയിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അത്തരം പുഞ്ചിരികളിൽ എത്രയെത്ര മാതൃഹൃദയങ്ങളാണ് നിർവൃതി പൂണ്ടിരിക്കുന്നത്. താരാട്ടുപാടി മക്കളെ ഉറക്കിയിരുന്ന അമ്മമാർക്ക് മക്കൾ സ്നേഹം മാത്രമാണോ തിരിച്ചു കൊടുക്കുന്നത്? ചിലരെങ്കിലും ആ താരാട്ടിൻ്റെ ഈണം മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് പലരും പ്രായമാകുമ്പോൾ അവരുടെ ജീവിത സായാഹ്നത്തിൽ അവരെ വൃദ്ധമന്ദിരങ്ങളിലാക്കുന്നത്. ഈ ഒരു ആശയമാണ് ഈ വരികളിലുള്ളത്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചലച്ചിത്രത്തിൽ അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പി പത്മരാജൻ തന്നെയാണ്. അതിലെ ഏതാനും സീനുകളുടെ തിരക്കഥാഭാഗങ്ങളാണ് നമുക്ക് പാഠഭാഗമായി നൽകിയിട്ടുള്ളത്. ഈ ചലച്ചിത്രത്തിൻ്റെ ഈ കഥയുടെ ഏകദേശ
ഒരു സന്ദർഭം, കഥാസന്ദർഭം നമുക്ക് മനസ്സിലാക്കാം. അമ്മയുടെ പിറന്നാളിന് ബോംബെയിലെയും വിദേശത്തുമുള്ള മക്കളായ നാരായണൻകുട്ടിയും ഗോപനും കുടുംബസമേതം എത്തുന്നു. മകളായ മാലിനിയുടെ മകൻ വേണുവും മക്കളും കൊച്ചുമക്കളുമൊത്ത് പിറന്നാൾ അമ്മ നന്നായി ആഘോഷിക്കുന്നു. എന്നാൽ തൻ്റെ ഓഹരിയിൽ വന്ന തറവാട് വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ച ഗോപനും ഭാര്യ ബിന്ദുവും അക്കാര്യം ജ്യേഷ്ഠനായ നാരായണൻകുട്ടിയോടും ഭാര്യ അംബികയോടും അമ്മയോടും പല മട്ടിൽ അവതരിപ്പിക്കുന്നു. അതിനുവേണ്ടി അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ച വിവരം കൂടി അറിയിക്കുന്നു. അതോടെ ആ കുടുംബത്തിൻ്റെ സകല സന്തോഷവും അവസാനിക്കുന്നു. എന്നാൽ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും താൻ മൂലം ഇല്ലാതാവരുതെന്ന് കരുതി അമ്മ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. സീൻ 31. പകൽ. പറമ്പിൽ ആടിനെ അഴിച്ച് മേലേക്ക് വരുന്ന അമ്മ. ഒപ്പം അംബികയും ബിന്ദുവും ഋതുവുമുണ്ട്. ബിന്ദു: അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടന്നുള്ള അലച്ചിലും ബുദ്ധിമുട്ടുമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവുക. അമ്മ: എനിക്കെന്തോന്ന് അലച്ചില്? ബിന്ദു: അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. പതുക്കെ: അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. ആടിനെ കെട്ടി പശുവിൻ്റെ അരികിലെത്തി അതിന് വെള്ളം കൊടുക്കുന്ന അമ്മ. മെല്ലെ: അംബിക, ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. അത് കേൾക്കാത്തതുപോലെ. ബിന്ദു: കുഴപ്പം ഉണ്ടോയെന്നുള്ളതല്ല, അമ്മയ്ക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. പാതി അംബികയോടായി. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നല്ല കംഫർട്ടബിളായിട്ട് എല്ലാം പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ ഒരു സെൻറ്റർ നോക്കി അങ്ങോട്ട് മാറും. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടിയാവുമ്പോൾ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുചെന്ന് കാണിക്കാൻ പോവുക. തിരക്കഥയുടെ ആ ഘടന മനസ്സിലാക്കേണ്ടതുണ്ട്. പശ്ചാത്തലം ഏതാണ്, ഏത് സമയമാണ്, പകലാണെന്ന് പറയുന്നുണ്ട് അവിടെ. ഈ രംഗത്ത് വരുന്നവരാരൊക്കെയാണ്? ഇവിടെ അമ്മയും മക്കളുമാണ് വരുന്നത്, പേരക്കുട്ടിയുമുണ്ട് കൂടെ. അപ്പോൾ അമ്മയെ പലതരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ബിന്ദു. എങ്ങനെയും വീടും പറമ്പും വിറ്റ് അമ്മയെ ശരണാലയത്തിലാക്കണം എന്നുള്ള ഉദ്ദേശമാണ് അവർക്കുള്ളത്. അപ്പോൾ അതിനു വേണ്ടി അമ്മയെ തയ്യാറെടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈ പാടത്തും പറമ്പിലും പശുവിനെയും ആടിനെയും ഒക്കെ നോക്കി വല്ലാതെ കഷ്ടപ്പെടുന്നു, അമ്മയ്ക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനിടയിൽ അംബിക പറയുന്നുണ്ട് ബിന്ദുവിനേക്കാൾ അമ്മയ്ക്ക് ആരോഗ്യമുണ്ട് എന്നൊക്കെ. എന്നാൽ അത് കേൾക്കാത്ത പോലെ ബിന്ദു വീണ്ടും പറയുന്നു അമ്മയുടെ പ്രായത്തിലുള്ളവരൊക്കെ നല്ല സൗകര്യത്തോടെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. ഒരേ പ്രായത്തിലുള്ളവരാവുമ്പോൾ നല്ലോണം സംസാരിച്ച് മാനസികമായ സന്തോഷം തരുന്ന ഒരു ഇടമാണത്. അതുപോലെ ഫിസിക്കലായിട്ടും, അതായത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണത്. അങ്ങനെ ഒരു സ്ഥലം കൊണ്ടുപോയി കാണിക്കാനാണ് പോകുന്നത്, അമ്മയെ കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് ബിന്ദു പറയുന്നു. അമ്മ: എന്നിട്ട്? ബിന്ദു: എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയുമില്ല, വെറുതെ ഇരിക്കുക. അമ്മ: വെറുതെ ഇരുന്നിട്ട്? ബിന്ദു: വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങിരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രയർ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറേ കൂടെ കംഫർട്ടബിളായ ഒരു വീട്. അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധയേറുന്നുണ്ട്. ബിന്ദു: അമ്മ അത്തരം സ്ഥലങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അമ്മ: സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം, അങ്ങനെ കൂടെയൊക്കെ ഉണ്ട്. അംബിക ചിരിച്ചു. ബിന്ദു: അയ്യോ അമ്മേ, ഇത് സ്വർഗലോകമല്ല, ഇതിൻ്റെ പേര് ശരണാലയം. അമ്മ പറയുന്നു അവിടെ പോയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നു വേറൊരു സ്ഥലത്ത്. തൻ്റേതായ വീടോ പരിസരമോ അല്ല. അവിടെ പോയിരുന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ ഇരിക്കാം എന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കുന്നു വെറുതെ ഇരുന്നിട്ട് എന്തിനാണ്? സാധാരണ വീടും പരിസരവും അത്രയേറെ, സ്വന്തം വീടൊക്കെ വിട്ടുപോകാൻ മടിയുള്ളവരാണ് പ്രായമായവർ. അവർ ജനിച്ചു വളർന്ന സ്ഥലമോ അല്ലെങ്കിൽ അവർ വന്നു കയറിയ സ്ഥലമോ ഒക്കെ ആയിരിക്കാം. അത്രയേറെ അവർ ആ വീടും പരിസരവുമായി ഹൃദയബന്ധമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അമ്മ കുറേ കൂടി ശ്രദ്ധ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ബിന്ദു പറയുന്നുണ്ട് അവിടെ വളരെയധികം സൗകര്യങ്ങളുണ്ട്, പ്രയർ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, ദിവസവും ഡോക്ടർ വരും. അതുമാത്രമല്ല എല്ലാ തരത്തിലുള്ള ഡെയിലീസും പീരിയോഡിക്കൽസും എല്ലാ തരത്തിലുള്ള പത്രങ്ങളായിക്കോട്ടെ മാഗസീനുകളായിക്കോട്ടെ എല്ലാം നമുക്കവിടെ കിട്ടും. ടി വി കാണാം, വീഡിയോ കാണാം. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ വാർദ്ധക്യത്തിൻ്റെ അവസാന കാലത്ത് സുഖസന്തോഷമായിട്ട് ഒരേ പ്രായത്തിലുള്ളവരുമായിട്ട് കഴിഞ്ഞു പോകാം. അപ്പോൾ അതൊരു നല്ല സ്ഥലമാണല്ലോ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഏത് ബന്ധുക്കളെ വേണമെങ്കിലും അമ്മയ്ക്ക് കാണാം, അവരോടൊപ്പം പോയി നിൽക്കുകയും ഒക്കെ ചെയ്യാമെന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ അത് സ്വർഗ്ഗലോകമായിരിക്കണമല്ലോ, അവിടെ ആടുകയും പാടുകയും കൂടി ചെയ്യാം എന്ന് പറയുന്നു. അപ്പോഴാണ് ബിന്ദു പറയുന്നത് അമ്മ അത് സ്വർഗ്ഗലോകമല്ല, ഇതിൻ്റെ പേര് ശരണാലയം. ശരണാലയം എന്നാൽ അഗതി മന്ദിരം, വൃദ്ധസദനം എന്നൊക്കെയാണ് അർത്ഥം. പകൽ സീൻ 32. വീട്. പുറത്ത് ഉമ്മറത്തോ മറ്റോ അമ്മയും മകനും. അമ്മ നാരായണൻകുട്ടിയെ നോക്കി. അമ്മ: നാരായണൻകുട്ടി, ഇത് വല്ലോം കേട്ടായിരുന്നോ? നാരായണൻകുട്ടി: ആ. അമ്മ: ഇവിടം വിൽക്കുന്നതിനെക്കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നത്. നാരായണൻകുട്ടിയുടെ മൗനം ഗോപനെ ലേശം ശുണ്ഠി പിടിപ്പിച്ചു. ഗോപൻ: ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. അടുത്ത സീൻ 32ാമത്തെ സീൻ. 31ാമത്തെ സീൻ പുറത്തായിരുന്നു, വീടിന് പുറത്താണ്. അമ്മ പശുവിനെയും മറ്റും അഴിച്ചു കെട്ടുകയും ഒക്കെ ചെയ്യുന്ന അതാണ് പശ്ചാത്തലം. എന്നാൽ രണ്ടാമത്തെ, അതായത് 32ാമത്തെ സീന് വീടിന് പുറത്ത് ഉമ്മറത്തോ മറ്റേ നിന്ന് അമ്മയും മക്കളും സംസാരിക്കുന്നതാണ് സീൻ. അപ്പോൾ എപ്പോഴും നമ്മൾ പാഠഭാഗം വായിക്കുമ്പോൾ തിരക്കഥയുടെ ആ രചനയുടെ ഘടന കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അമ്മ തൻ്റെ മൂത്ത മകനാണ് നാരായണൻകുട്ടിയോട് ചോദിക്കുന്നു, ഇത് വല്ലതും നീ കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ പതുക്കെയാണ് അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. വീടും പറമ്പും വിൽക്കുന്നതിനെക്കുറിച്ച് ഗോപൻ സംസാരിച്ചിട്ടുണ്ടാവണം. മറ്റ് ഇളയ മകനാണ് ഗോപൻ. ആ മകൻ സംസാരിച്ചു കാണണം. അപ്പോൾ ഗോപൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചേട്ടനുമായിട്ട് ആലോചിച്ചതാണ് എന്നിങ്ങനെ പറയുന്നു. നാരായണൻകുട്ടി മൗനം പാലിക്കുമ്പോൾ അത് ഗോപനെ അല്പം ചൊടിപ്പിക്കുന്നുണ്ട്, ശുണ്ഠി പിടിപ്പിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ: ആണോടാ? നാരായണൻകുട്ടി: ആ, ഏതാണ്ടെല്ലാം പറഞ്ഞു. അമ്മ: അപ്പോൾ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോടിത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു. ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു. പിറകിൽ അംബിക കടന്നു വന്നു നിന്നു. നാരായണൻകുട്ടി: ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറേ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം. അതിന് വീട് കൊടുത്താലോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അവൻ്റെ ഷെയറിലാ വീട്. എനിക്കതി തലയിടാനൊക്കുകയില്ല. ഗോപനും ലേശം ചൂടുകയറി. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അതെത്ര പറഞ്ഞാലും കേൾക്കുകയില്ല. അതുകൊണ്ട് കുറേ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യവുമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിലിരിക്കുന്ന കാര്യങ്ങളാ. എല്ലാവരും കൂടെ ഒന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളാ. ചേട്ടനെ ഉദ്ദേശിച്ച്. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ? അംബിക പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട്: വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. വീടും പറമ്പും വിൽക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ മൂത്ത മകൻ നാരായണൻകുട്ടിക്ക് അതിൽ വലിയ താല്പര്യമില്ല. എങ്കിലും അയാൾക്കതിൽ കൂടുതൽ ഇടപെടാൻ സാധിക്കില്ല. കാരണം ഗോപന് കിട്ടിയ ഷെയറിലാണ് വീടും പറമ്പും ഉള്ളത്. അതുകൊണ്ട് എനിക്കതിൽ തലയിടാനാവുകയില്ല എന്ന് അമ്മയോട് പറയുന്നുമുണ്ട്. അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ മക്കൾ തീരുമാനിച്ചു, വളരെ വൈകിയാണ് ഇതൊക്കെ തന്നെ അറിയിച്ചത് എന്നതിൽ വലിയ വിഷമമുണ്ട്. അമ്മയോട് ഒരു അഭിപ്രായം ചോദിക്കുന്നില്ല. അമ്മയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രധാന കഥാപാത്രമാണ് അമ്മ. എങ്കിൽ കൂടി കാര്യങ്ങളൊന്നും അമ്മയെ അറിയിക്കുന്നില്ല എന്നുള്ളത് അവരിൽ വിഷമമുണ്ടാക്കുന്നു. അവരോട് ഒരു അഭിപ്രായം പോലും ചോദിക്കാതെയാണ് വീടും പറമ്പും വിൽക്കുന്നതിനെക്കുറിച്ച് മക്കൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇത്രയും പറഞ്ഞപ്പോൾ ഗോപൻ പറയുന്നുണ്ട് വീടും പറമ്പും വിൽക്കാൻ ഉള്ള ഉദ്ദേശം എന്താണ്? ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന പണം ലഭിക്കണമെങ്കിൽ ഈ വീടും പറമ്പും വിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ ഗോപൻ അത് പൂർണ്ണമായും സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല, അമ്മ ഇവിടെ എത്ര കാലമാണ് ഒറ്റയ്ക്ക് ഇരിക്കുക? മക്കളുടെ ആരുടെയെങ്കിലും അടുത്ത് അമ്മ വന്നു നിൽക്കാൻ താല്പര്യമുള്ള ആളല്ല. അപ്പോൾ എല്ലാ ബന്ധുക്കൾക്കും മക്കൾക്കും ഒക്കെ കാണാനും എത്തിപ്പെടാനുമുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു, അത്രയേ ഉള്ളൂ.
എന്നിട്ടും ഗോപൻ പറയുന്നുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും തീരുമാനങ്ങളായിട്ടില്ല. ഒരുപക്ഷെ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതായിരിക്കാം. ഇതൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആർക്കെങ്കിലും ഇതിൽ താല്പര്യമില്ലെങ്കിൽ അത് വേണമെങ്കിൽ ഉപേക്ഷിക്കാം എന്നുള്ള മട്ടിലുള്ള ഒരു സമീപനം കൂടിയാണ് ഗോപൻ്റേത്. അപ്പോൾ പക്ഷേ പറയുന്നുണ്ട് എന്നാൽ ആരും ഇതിന് തയ്യാറാവുന്നില്ലല്ലോ. പ്രത്യേകിച്ചും നാരായണൻകുട്ടിയെ ഏട്ടനെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്. ഒന്നിരുന്ന് ചർച്ച ചെയ്യാൻ പോലും ആർക്കും തയ്യാറാവുന്നില്ല എന്നിങ്ങനെ. അപ്പോഴാണ് അംബിക പെട്ടെന്ന് ഇടപെട്ട് പറയുന്നത് വീടും പറമ്പും ഒക്കെ ഗോപൻ്റെ ഷെയറിലേക്ക് വരാം, പക്ഷേ അമ്മ ആരുടെയും ഷെയറിലല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ തികച്ചും മാനുഷിക പരിഗണന നൽകാതെ അല്ലെങ്കിൽ അമ്മയെ എന്തു ചെയ്യണമെന്നറിയാത്ത മക്കൾ, ആരുടെ ഷെയറിലാണ് അമ്മ പെടുക? മൂത്ത മകൻ്റെ ഷെയറിൽ പെടുമോ? മൂത്ത മകനാണോ ഇനി സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്ത രണ്ടാമത്തെ മകനാണോ അമ്മയെ സംരക്ഷിക്കേണ്ടത്? അവിടെ സംരക്ഷണത്തിൻ്റേതായ ഒരു ബാധ്യത വരികയാണ്. അറിഞ്ഞോ അറിയാതെയോ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ പോലും അതൊരു ബാധ്യതയായിട്ട് കണക്കാക്കുന്ന മക്കൾ. തീർച്ചയായും ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും നിൽക്കുന്ന ആ അമ്മ തികച്ചും അസ്വസ്ഥതയാവാനാണ് സാധ്യത. അപ്പോൾ അമ്മയുടെ ഷെയറിലല്ലല്ലോ അല്ലേ, അമ്മ ആരുടെയും ഷെയറിൽ പെടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയെ അനാഥ മന്ദിരത്തിലാക്കുക, ആരുടെയും ഷെയറിൽ പെടാത്ത അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചിന്തയുമുണ്ട്. പൊതുവെ ഈ കാലത്തെ ആധുനിക മനുഷ്യരെല്ലാം തന്നെ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. വൃദ്ധസദനങ്ങളും അഗതി മന്ദിരങ്ങളും ശരണാലയങ്ങളും എല്ലാം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന് പിന്നിലുള്ള ഒരു കാര്യം അതുതന്നെയാണ്. വൃദ്ധരായ മാതാപിതാക്കളെ എന്താണ് ചെയ്യേണ്ടത്? ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിക്കുന്നവരാണ് പലരും. അതൊരു ബാധ്യതയായി മാറരുത് എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. അപ്പോൾ മക്കൾ ചെയ്യേണ്ട കടമ മറ്റാരെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ അത്തരത്തിലുള്ള ശരണാലയങ്ങളിൽ കൊണ്ടാക്കുന്നതല്ലേ ഉചിതം എന്നൊരു ചിന്തയാണ് ഇവിടെയുള്ളത്. അടുത്തത് സീൻ 60 പകൽ രാവിലെ തിങ്കളാഴ്ച. അമ്മ ആ വീടിൻ്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിലൊന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. എല്ലാവരുമുണ്ട്, 2 മക്കളും അവരുടെ കുടുംബവും, വേണുവും അശോകനും അമ്മിണിയും. മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസഡർ കിടപ്പുണ്ട്. ഡ്രൈവർ കാത്തു നിൽക്കുന്നു. പിൻസീറ്റിൽ അമ്മയ്ക്ക് തലയണയും കുഷ്യനുമൊക്കെയുണ്ട്. അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ. കാറിനടുത്തെത്തി അമ്മ നിന്നു. അമ്മ എന്നാൽ എല്ലാവരോടും ആരുമൊന്നും മിണ്ടിയില്ല. കുനിഞ്ഞ് കുട്ടിയെ വാരിപ്പിടിച്ച് കവിളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് വിതുമ്പലൊതുക്കാൻ ബന്ധപ്പെട്ടു. അമ്മ പോട്ടെ മക്കളെ. ഋതു അമ്മൂമ്മ അവിടുന്ന് ഫോൺ ചെയ്യണം. അമ്മ ചെയ്യാം. ഋതു ഇന്നു വിളിക്കണം ഷാഠ്യത്തോടെ. അമ്മ ഇന്നിപ്പോൾ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. ഋതു എപ്പോ? അമ്മ നാളെ രാവിലെ. ഋതു രാവിലെ എത്ര മണിക്ക്? അമ്മ മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം. കുട്ടി തലയാട്ടി. അംബികയുടെ കണ്ണുകളിൽ നനവ് വീണു. മറ്റാരും കാണാതെ അവളത് മാനേജ് ചെയ്തു. നാരായണൻകുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ചു നിന്നു. അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വെച്ചു. എല്ലാവരോടുമായി. അമ്മ പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവൾക്കാ. അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലൊക്കെ വീതിച്ച് കൊടുത്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ. അമ്മിണി കണ്ണു തുടച്ചു. അമ്മ നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവു തന്നെ വെട്ടണം. നാരായണൻകുട്ടി അസ്വസ്ഥനായി അംബികയെ നോക്കി. കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ച് പെട്ടെന്ന് ഓർത്തതുപോലെ അമ്മ തിരിഞ്ഞു നിന്നു. അമ്മ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്. ഞാനിപ്പോൾ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. പിള്ളാര് പോലും. എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട്. അമ്മ കാറിലേക്ക് കയറിയിരുന്നു. നാരായണൻകുട്ടി ഡോറടച്ചു. അകലെ പശു കരഞ്ഞു. അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു. അത് നീട്ടിക്കരഞ്ഞു. വേറെ എവിടെ നിന്നോ വേറൊന്നുകൂടി. പത്മരാജൻ്റെ തിരക്കഥകൾ പി. പത്മരാജൻ. അങ്ങനെ തിങ്കളാഴ്ച ദിവസമാണ് അത് തീരുമാനിക്കപ്പെട്ടത്. അമ്മ ഏറെ കാലമായി സ്നേഹിച്ചും തൻ്റെ മാനസികമായ എല്ലാ ആഹ്ലാദങ്ങളും പങ്കിട്ട
ആ വീടും പറമ്പും ഉപേക്ഷിച്ച് അമ്മ ഇറങ്ങുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ ആ ചലച്ചിത്രത്തിൻ്റെ പേര് തന്നെ വളരെ വൈരുദ്ധ്യാത്മകമായിട്ടാണ് ഇവിടെ ചലച്ചിത്രകാരൻ നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. തിങ്കളാഴ്ച, നല്ല ദിവസം. അപ്പോൾ അമ്മ ആ വീടിൻ്റെ പടി ഇറങ്ങുന്നു. ഋതു പേരക്കുട്ടിയെയാണ് ഉമ്മ വയ്ക്കുന്ന സമയത്ത് വിതുമ്പിപ്പോകുന്നത്. അത്രയും നേരം അവർ അത് ഉള്ളിൽ ഒതുക്കി വയ്ക്കുകയായിരുന്നു. മറ്റാരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയും എന്നൊരു ധൈര്യം അവരുടെ മുഖത്ത് അവർ മനഃപൂർവ്വം കയറ്റി നിർത്തിയിരുന്നു. എന്നാൽ പേരക്കുട്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് അവർക്കത് താങ്ങാൻ കഴിയുന്നില്ല. എങ്കിലും പെട്ടെന്ന് തന്നെ അത് നിയന്ത്രിക്കുന്നു. തന്നെ വിളിക്കണമെന്ന് പേരക്കുട്ടി ഋതു പറയുന്നുണ്ട്, ഷാഢ്യത്തോടെ പറയുന്നുണ്ട്, ഇന്ന് തന്നെ വിളിക്കുമോ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോള് നാളെ പലഹാരം കഴിച്ചു കഴിഞ്ഞാലുടനെ അമ്മൂമ്മ വിളിക്കാം എന്നിങ്ങനെ പറയുന്നു. വീടിൻ്റെ എല്ലാ കാര്യങ്ങളും, പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ കാര്യങ്ങളെ വേണ്ട പോലെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാറിനടുത്തേക്ക് നീങ്ങുന്നു. പെട്ടെന്ന് എന്തോ പറയാൻ മറന്നതുപോലെ തിരിഞ്ഞു നിന്ന് അമ്മ പറയുന്നത് വളരെ പ്രസക്തമായൊരു ഭാഗമാണ്. ആരും തന്നെ കാണാനായിട്ട് ഇനി അങ്ങോട്ട് വരണമെന്നില്ല. അത് അമ്മയുടെ തീരുമാനമാണ്. മക്കൾ തീരുമാനിച്ചത് അമ്മയെ ശരണാലയത്തിലാക്കാം എന്നാണെങ്കിൽ ഇനിമേൽ തന്നെ കാണാൻ ആരും അങ്ങോട്ട് വരരുത്, തന്നെ ഏറെ ഇഷ്ടമുള്ള പേരക്കുട്ടികൾ പോലും വരരുത് എന്നുള്ളത് അമ്മയുടെ കടുത്ത തീരുമാനമാണ്. അതാകട്ടെ എല്ലാ മക്കളെയും ഉള്ള് പൊള്ളിക്കുകയും ചെയ്തു. യാത്രയ്ക്കായി കാറിലേക്ക് കയറിയിരിക്കുന്ന അമ്മ പശുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. ഒരുപക്ഷെ ആ മിണ്ടാപ്രാണികളായിരിക്കാം ആത്മാർത്ഥമായി അമ്മയുടെ ആ വേർപാടിൽ കരയുന്നുണ്ടാവുക. ഇവിടെ നാരായണൻകുട്ടിയൊക്കെ മാനസികമായി അസ്വസ്ഥനാവുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. തൻ്റെ അനിയൻ്റെ ഷെയറിലായി പോയതുകൊണ്ട് മാത്രം അമ്മയെ ഇത്തരത്തിൽ ശരണാലയത്തിലാക്കേണ്ടി വരുന്നതിനോട് യോജിച്ച് പോയതായിരിക്കാം. ഏതായാലും അങ്ങനെ വളരെ സംഘർഷം നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ ഒരു ഘട്ടത്തിൽ വെച്ചാണ് ഈ 60ാമത്തെ സീൻ അവസാനിക്കുന്നത്. ഏതായാലും ഈ ഹൃദയസ്പർശിയായ ഈ കഥയുടെ പൂർണ്ണമായ ഭാഗം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിങ്ങനെയാണ്: പിറ്റേന്ന് ശരണാലയത്തിൽ നിന്നും അമ്മയുടെ ഫോൺ വിളി പ്രതീക്ഷിച്ച മക്കൾക്ക് ലഭിച്ച വാർത്ത അമ്മയുടെ മരണത്തെക്കുറിച്ചായിരുന്നു. അമ്മയുടെ ആഗ്രഹം പോലെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മയുടെ കട്ടിലിൽ കിടത്തി അമ്മ പറഞ്ഞ മാവ് വെട്ടി പറമ്പിൽ ദഹിപ്പിക്കുന്നു. അമ്മയില്ലാത്ത വീട്ടിൽ നിന്ന് ദുഃഖിതരായ നാരായണൻകുട്ടിയും കുടുംബവും മടങ്ങുന്നു. അമ്മയില്ലെങ്കിലും ബന്ധങ്ങൾ അകന്നു പോകില്ലെന്ന് ഉറപ്പോടെ വീട് വാങ്ങാം എന്നു പറഞ്ഞ കുഞ്ഞൻ അതിൽ നിന്ന് പിന്മാറുന്നു. കുറ്റബോധം കൊണ്ട് തകർന്നു പോയ ഗോപൻ ഒടുവിൽ വിദേശയാത്ര മതിയാക്കി ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ പഴയ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെയാണ് ഈ ചലച്ചിത്രം അവസാനിക്കുന്നത്. കഥകളുടെ ഗന്ധർവൻ എന്ന് പി പത്മരാജനെ വിശേഷിപ്പിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാ കഥാപാത്രങ്ങളും, അദ്ദേഹം സൃഷ്ടിച്ച എല്ലാ കഥാപാത്രങ്ങളും കാണികളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല. നീറിപ്പിടിപ്പിക്കുന്ന ഒരു ഓർമ്മയായി, അസ്വസ്ഥതപ്പെടുത്തുന്ന കഥാസന്ദർഭങ്ങളുമായി അവരെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ നിത്യവും നിലനിൽക്കും. അതുപോലെ പത്മരാജൻ എന്ന ആ പ്രതിഭയും എക്കാലത്തും മലയാള സിനിമയെ അല്ലെങ്കിൽ തിരക്കഥയെ, കഥകളെ പ്രേക്ഷകർ, കാണികൾ, വായനക്കാർ സ്നേഹിക്കുന്നിടത്തോളം കാലം പി പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയും എക്കാലത്തും മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കും, ജീവിക്കും എന്നുകൂടി പറയേണ്ടതുണ്ട്. പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.